വളരെ കുറച്ച് പഠിച്ചിട്ട് തന്നെ നമുക്ക് 10 മാർക്ക് നേടിയെടുക്കാൻ പറ്റിയ ടോപ്പിക്കാണ് മെന്റൽ എബിലിറ്റി. അപ്പം നമുക്ക് അതിൽ ഓരോ ടോപ്പിക്കായിട്ട് ഓരോ ദിവസം കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് എടുക്കാം. ഷെയർ സ്ക്രീൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ആണ്. സ്ക്രീൻ കാണുന്നുണ്ട്? ഞാൻ നിങ്ങളെ കമന്റ് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വോയിസിൽ റിപ്ലൈ തരണം, അങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. കാരണം ഞാൻ സ്ക്രീന് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം അതിൽ മെയിനായിട്ട് ഉള്ള ടോപ്പിക്കുകളാണ് ഒന്ന് സീരീസ്, അതായത് ശ്രേണികളാണ്. ഓരോ നമ്പർ സീരീസ് ഉണ്ടാവും, ആൽഫബറ്റിക്കൽ സീരീസ് ഉണ്ടാവും. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഡ് മാൻ ഔട്ട്. ഇപ്പം 4 ഓപ്ഷൻ തരും, അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കുന്ന തരം ചോദ്യങ്ങളാണ് ഓഡ് മാൻ ഔട്ട് എന്നുള്ള ചോദ്യം വരുന്നത്. അതുപോലെ തന്നെ കോഡിങ് ഡീകോഡിങ്. ഇതിപ്പം ഓരോ ഇംഗ്ലീഷ് വേർഡ് തരും, അത് നമ്പേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. നമ്പർ തരും, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അപ്പം അത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളാണ് കോഡിങ് ഡീകോഡിങ് വരുന്നത്. അതുപോലെ തന്നെ അനലോഗി, സമാന പദം തരും. ഇപ്പം 2 പദം ഒരുപോലെ ഉള്ളത് തരും, അതേ എക്സാമ്പിൾ വരുന്ന വേറെ 2 പദം ഏതാണ് ഓപ്ഷൻ എന്ന് കണ്ടെത്താനുള്ള തരം ചോദ്യങ്ങളാണ് അനലോഗിയിൽ വരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സർ വോയിസ് ക്ലിയർ അല്ലാന്ന് കുട്ടികൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ക്ലിയർ അല്ലാന്ന് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ, ശബ്ദം കുറവാണ്. അപ്പൊ ഈ 4 ടോപ്പിക്കും ഏകദേശം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനുശേഷമുള്ള ടോപ്പിക്കാണ് ക്ലോക്ക്, അതായത് സമയം. അതായത് ഓരോ സമയത്ത് ക്ലോക്ക് തന്നിട്ട് അതിന്റെ മിറർ ഇമേജ് ചോദിക്കാം. അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിളുകൾ ചോദിക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ക്ലോക്ക് എന്ന ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ വരുന്ന ടോപ്പിക്കാണ് കലണ്ടർ. ഇപ്പം 1947 ഓഗസ്റ്റ് 15 ഏതായിരുന്നു ദിവസം? ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞാൽ ഏതാണ് ദിവസം? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വർഷം വന്നിട്ട് 2050 ലീപ്പ് ഇയർ ആണോ? ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് കലണ്ടർ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻ എന്നുള്ള ടോപ്പിക്ക് പറയുന്നത്, ഇപ്പോൾ ഒരാൾ 25 മീറ്റർ നോർത്തിലേക്ക് പോയി, എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ വടക്കോട്ട് തിരിഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അവസാനം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഡയറക്ഷൻ, ദിശ എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ ബ്ലഡ് റിലേഷൻ, അതായത് രക്തബന്ധം കണ്ടുപിടിക്കാൻ, ഇപ്പോൾ അമ്മായിന്റെ മോളാണ്, മാമൻ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ബ്ലഡ് റിലേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ലൈൻ ആൻഡ് പൊസിഷൻ, നമ്മൾ നിരയിൽ സ്ഥാനം കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഒരു വരിയിൽ 40 ആളുണ്ടായിരുന്നു, പിന്നിൽ നിന്ന് 30ാമത്തെ ആളാണ്, അപ്പോൾ മുന്നിൽ നിന്ന് എത്രാമത്തെ ആളാണെന്നുള്ള ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കാണ് ലൈൻ ആൻഡ് പൊസിഷൻ. ഇത്രയും ടോപ്പിക്കുകൾ, പിന്നെ മറ്റുള്ള കുറച്ച് ടോപ്പിക്കുകളും. ഇത്രയും ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കിനാണ് PSC എക്സാമിന് സാധാരണ ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലാസ് കൊണ്ട്, കുറച്ച് മനസ്സിലാക്കിയിട്ട്, കുറച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ തന്നെ ഈ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന്, കാരണം എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് വെച്ചാൽ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ടാണ് PSC ഈ മെന്റൽ എബിലിറ്റി നിന്ന് ചോദിക്കുന്നത്. എപ്പോഴും ചോദിച്ച ഒരു മോഡൽ തന്നെയാണ് അടുത്തടുത്ത പരീക്ഷകളൊക്കെ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായ സീരീസിലേക്ക് കടക്കുകയാണ്. ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും?
ക്ലിയർ ആണല്ലോ? സാർ ഒരു മിനിറ്റ്, വോയിസ് കേൾക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ നെറ്റിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. സാധാരണ എനിക്ക് കേൾക്കാനുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരും എസ് സർ എസ് എന്നൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ വോയിസ് കേൾക്കുന്നില്ല എന്ന് പറയുന്നവര് സ്വന്തം നെറ്റ് ഒന്ന് നോക്കുക കേട്ടോ. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ആഷിഖ് സാർ, നിങ്ങൾ ഇവിടെ ഓൺലൈൻ ഉണ്ടാവില്ല എപ്പോഴും? ഞാനും ഉണ്ടാവും. ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് എടുക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ സീരീസിലാണ് പോകുന്നത്. അപ്പം നമ്പർ സീരീസും ഉണ്ട്, ആൽഫബറ്റിക്കൽ സീരീസും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്പർ സീരീസിലേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ആ ചോദ്യം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ആരെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ വോയിസ് ആയിട്ട് ഓഡിയോ ആയിട്ട് പറയണം. ഓക്കെ. അപ്പൊ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ. നമ്മൾ ആദ്യം നമ്പർ സീരീസിലേക്ക് പോവാണ്. ആദ്യം പോകുന്നത് പ്ലസ്, അതായത് സംഖ്യകൾ കൂട്ടി പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ ആദ്യം ചോദ്യം നോക്കുക. ഇവിടെ നോക്കുക, 1, 5, 11, 19, 29, 41. അപ്പൊ അടുത്ത സംഖ്യ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നോക്കുക, 1 കഴിഞ്ഞാൽ 5ലേക്ക് എത്രയാണ്? 4 നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. 1 കഴിഞ്ഞിട്ട് 5ലേക്ക് 4 ആഡ് ചെയ്തു. 5 കഴിഞ്ഞിട്ട് 11ലേക്ക് നമ്മൾ എത്ര ആഡ് ചെയ്തു? 6 ആഡ് ചെയ്തപ്പോഴാണ്, 6 കൂട്ടിയപ്പോഴാണ് 11 എത്തിയത്. 19ലേക്ക് എത്ര ആഡ് ചെയ്തു? 8 ആഡ് ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, ഒരു പാറ്റേൺ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആദ്യം 4 ആഡ് ചെയ്തു, പിന്നെ 6 ആഡ് ചെയ്തു, പിന്നെ 8 ആഡ് ചെയ്തത്. ഇനി നോക്കുക, 19, 29ലേക്ക് എത്ര കൂട്ടിയേ? 10 കൂട്ടിയത് അല്ലെ? 19, 29 ആയപ്പോ 10. ക്ലിയർ ഇല്ലേ? ഉണ്ട് സാർ, കണ്ടിന്യൂ. അതാരോ വോയിസ് ഓൺ ആക്കിയതാ. ഓക്കെ. 19, 29 ആയപ്പോ 10 കൂടിയത്. 29, 41 12 കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് 4, 6, 8, 10, 12. അപ്പൊ ഇനി 41നോട് എത്ര കൂട്ടണം? 14 കൂട്ടേണ്ടി വരിക അല്ലെ? അപ്പൊ 41 + 14 എത്ര വരിക? 55 വരിക. അപ്പൊ ആൻസർ ഏതാ വരിക? ഡി ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. ഈ ചോദ്യം ക്ലിയർ ആയി മനസ്സിലാവും. 1 5ലേക്ക് 4 കൂട്ടി, 5 11ലേക്ക് 6 കൂട്ടിയത്, 6 19ലേക്ക് 11 19ലേക്ക് 8 കൂട്ടി, 19 29ലേക്ക് 10 കൂട്ടി, 29 40 12 കൂട്ടി. അതിനുശേഷം 14 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 55 നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? മനസ്സിലായിട്ടുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പം ഇനി അടുത്ത ചോദ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം 1, 2, 5, 10, 17, 26. അതിനടുത്തുള്ള ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായവരും വോയിസ് ഓൺ ആക്കിയിട്ട് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായാലൊക്കെ പറയാം. ഇനി നോക്കുക, ഇവിടെ എന്താണ് ചെയ്തത്? 1 2 ആയി. എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 1 ആഡ് ചെയ്തിരിക്കുന്നത്. 2 5 ആയി, 3 ആഡ് ചെയ്തു. 5 10 ആയി, 5 ആഡ് ചെയ്തു. 10 17 ആയി, 7 കൂട്ടിയത്. 17 26 ആയി, 9 കൂട്ടിയത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒറ്റ സംഖ്യകൾ ആണ് ആഡ് ചെയ്തത്. ആദ്യം 1, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 9. അടുത്തത് ഏതായിരിക്കും? 26നോട് സ്വാഭാവികമായിട്ടും 11 കൂട്ടേണ്ടി വരിക. അപ്പൊ 26 + 11 എത്ര വരിക? 37 അടുത്ത ടേം ആയിട്ട് വരേണ്ടത്. 37 ഓപ്ഷൻ? സി ഓപ്ഷനിൽ 37 ഇവിടെ ഉണ്ട്. അത് മനസ്സിലായി വിചാരിക്കുന്നു. 1 ആദ്യം 1 ആഡ് ചെയ്തു, പിന്നെ 3 ആഡ് ചെയ്തു, 5 7 9 11, അടുത്ത 13 15. അങ്ങനെ ഒറ്റക്ക സംഖ്യകൾ കൂട്ടി എങ്ങനെ പോവാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലായല്ലോ? യെസ് സർ. ഓക്കെ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ. ഇനി നോക്കുക, 13 35 57 79. അടുത്ത സംഖ്യ ഏതാന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. ക്വസ്റ്റ്യൻ പ്ലീസ് സർ. ഓക്കെ. 13 35 57 79. ഉത്തരം കിട്ടിയാൽ പറയാട്ടോ, വോയിസിൽ പറഞ്ഞോളൂ. കിട്ടിയോ?
101. ഓക്കെ, 101 കിട്ടിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഇനി നോക്കാം. 13, 35. 13 എത്ര ആഡ് ചെയ്താലും 35. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് അവിടെ നോക്കി നോക്കാം അല്ലെ. 13ന്റെ 35 എത്ര? 22 കൂട്ടിയാലാണ് 35 കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി 35 57 എടുത്താലോ? അതിലും 22 കൂട്ടിയാലാണ് 57 കിട്ടുന്നത്. 35നോട് 22 കൂട്ടുമ്പോഴാണ് 57 കിട്ടുന്നത്. ഇനി 57നോട് 22 കൂട്ടുമ്പോഴാണ് 79 കിട്ടുന്നത്. അതുപോലെ തന്നെ 79നോട് 22 കൂട്ടിയാൽ എത്ര കിട്ടും? 79 കൂട്ടണം 22, 101 ആണ് കിട്ടുന്നത് അല്ലെ. 101. അപ്പൊ 101 കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം. ആൻസർ കിട്ടിയാൽ പറയണം. മനസ്സിലാവാത്തവരും പെട്ടെന്ന് പറയാം. നമുക്ക് നോക്കാം. 1, 11, 22, 34, 47. അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദ്യം. ഒന്നിലേക്ക് എത്ര കൂട്ടി? 10 കൂട്ടി. അപ്പോൾ 11 കിട്ടി. 11 എത്ര കൂട്ടി? 11 കൂട്ടിയപ്പോൾ 22 കിട്ടി. 22 എത്ര കൂട്ടി? 22 പ്ലസ് 12 കൂട്ടി. അപ്പോൾ 34 കിട്ടി. 34 പ്ലസ് 13 കൂട്ടി. അപ്പോൾ 47 കിട്ടി. 47 പ്ലസ് 14 ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 61. 61 കിട്ടുന്നു അല്ലെ. കറക്റ്റ് ആൻസർ. അപ്പം ആദ്യം 10 കൂട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് കൂട്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആദ്യം 10 കൂട്ടി, പിന്നെ 11 കൂട്ടി, പിന്നെ 12 കൂട്ടി, പിന്നെ 13 കൂട്ടി, അവസാനം 14 കൂട്ടേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നു. 47നോട് 14 കൂട്ടി 61 ആൻസർ കിട്ടുന്നു. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൻസർ കിട്ടിയാ പറയണേ. മനസ്സിലാവാത്തവർ ആരെങ്കിലും പറയണേ. നോക്ക്. ക്വസ്റ്റ്യൻ വിസിബിൾ അല്ല സാർ. ക്വസ്റ്റ്യൻ വിസിബിൾ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. നോക്ക്. 7, 10, 11, 14, 15. അടുത്ത ടേം ഏതാണ് ചോദ്യം. 18. 18 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ബാക്കി എല്ലാവരും പറയും. വേറെ അത് കിട്ടി? 18. 18. പിന്നെ 18 18 വേറെ വേറെ ആണല്ലേ. സോറി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 7, 10. അപ്പൊ എത്ര ആഡ് ചെയ്ത്? 3 ആഡ് ചെയ്തു അല്ലെ. 10, 11, 1 ആഡ് ചെയ്തു. 11, 14 വീണ്ടും 3 ആഡ് ചെയ്തു. 14, 15 1 ആഡ് ചെയ്തു. അപ്പൊ ഇനി എത്ര ആഡ് ചെയ്യേണ്ടി വരിക നോക്കുക. 3, 1, 3, 1. സ്വാഭാവികമായിട്ട് അടുത്ത് 3 ആഡ് ചെയ്യണം. 15 പ്ലസ് 3 18. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, ഇനി ഈ ചോദ്യം പെട്ടെന്ന് ആൻസർ പറയും. 2.31, 2.43, 2.55. ഇനി അടുത്ത ടേം ഏതാണെന്നാണ് ചോദ്യം. 2.67. 2.67 ഒരാളുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുക. 2.67. എല്ലാവർക്കും കിട്ടിയോ? 2.67 അല്ലെ. 2.31 എത്ര ആഡ് ചെയ്തിട്ട്? 0.12 ആണ് ആഡ് ചെയ്തത് അല്ലെ. 0.12 ആഡ് ചെയ്തു. അടുത്തേലും അതേപോലെ തന്നെ 0.12 ആഡ് ചെയ്തു. 2.55നോട് എന്ത് ചെയ്തു? 0.12 ആഡ് ചെയ്താൽ 762. 2.67 ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1/3, 2/5, 4/9, 7/17. സാർ ക്വസ്റ്റ്യൻ കാണുന്നില്ല. കാണുന്നില്ല ഇപ്പോഴോ? ഇപ്പൊ കാണാം. ഓക്കെ, ഇത് നോക്കുക. ഇതില്
സാധാരണ ആഡ് ചെയ്തു പോകുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇതൊരു വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ തന്നെ ന്യൂമറേറ്റർ മാത്രം ആദ്യം നോക്കുക. 1 2 ആയി, 2 4 ആയി, 4 7 ആയി. അപ്പൊ ആദ്യം 1 ആഡ് ചെയ്തു, 2 4 ആയപ്പോൾ 2 ആഡ് ചെയ്തു, 4 7 ആയപ്പോൾ 3 ആഡ് ചെയ്തു. അപ്പൊ എവിടെ എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്ത് എത്ര കിട്ടും? 11 കിട്ടും. അടിയിലോ 3 5 ആയി, 2 ആഡ് ചെയ്തു, 5 9 ആയി, 4 ആഡ് ചെയ്തു, 9 17 ആയി, 8 ആഡ് ചെയ്തു, 17 എത്ര ആവണം നോക്കുന്ന ഇരട്ടായി പോകാൻ ചെയ്യും. 4ന്റെ ഇരട്ടി, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. അപ്പൊ 16ഉം 17 കൂട്ടിയാൽ 11/33 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിയോ? 11/33. 1 2 ആവുന്നു. Yes. 1 2 ആയി, 2 4 ആയി, 4 7 ആയി. അപ്പോൾ 1 2 3 ആണ് ആഡ് ചെയ്ത്, 1 അടുത്ത 4 ആഡ് ചെയ്യുക. അപ്പോൾ 7 4 11, 3 3 2 ആഡ് ചെയ്ത് 5, 5 4 ആഡ് ചെയ്ത് 9, 9 8 ആഡ് ചെയ്ത് 17, 17 16 ആഡ് ചെയ്തപ്പോൾ 33 കിട്ടും. അപ്പോൾ 11/33 ആണ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലസ് സീരീസ് ആണ് ഇതുവരെ ചെയ്തത്, അതായത് ആഡ് ചെയ്ത് പോകുന്ന മാത്രം. അപ്പോൾ ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ പ്രീവിയസ് ഒരു ചോദ്യങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ആ ടോപ്പിക് കഴിഞ്ഞ്. നമുക്ക് നോക്കാം മൈനസ് വരുന്ന സീരീസ് ആണ്. ഫസ്റ്റ് നോക്കാം 14 9 5 2. അപ്പോൾ 14 എത്ര കുറച്ചാണ് 9 കിട്ടിയത്? 5 കുറച്ചപ്പോൾ 9 കിട്ടി. 9 4 കുറച്ചപ്പോൾ 5 കിട്ടി. 5 3 കുറച്ചപ്പോൾ 2 കിട്ടി. 2 എത്ര കുറയ്ക്കണം? 2 2 കുറയ്ക്കണം അല്ലേ? അപ്പോൾ എത്ര കിട്ടും ആൻസർ? 0 അല്ലേ? ആൻസർ 0 കിട്ടിയോ? 14 5 കുറച്ചു, 5 4 കുറച്ചു, 9 4 കുറച്ചു, 5 3 കുറച്ചു, 2 2 കുറച്ചപ്പോൾ 0 കിട്ടി. ഇത്ര ചെയ്യേണ്ട പണിയുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പാറ്റേൺ മനസ്സിലാക്കുക. മൈനസ് ആണ് ചെയ്യുന്നത്, കാരണം സംഖ്യ സീരീസ് ശ്രേണി കാണുമ്പോൾ മനസ്സിലാവുന്നത് കുറഞ്ഞു പോവുകയാണ് അല്ലേ? അപ്പോൾ കുറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ഡിഫറൻസ് എടുത്തു നോക്കുക. 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു നോക്കുക. 9 5 9 5 എടുത്തു നോക്കുക, 4 5 2 എടുത്തു നോക്കുക, 3. അങ്ങനെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. പാറ്റേൺ മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ആൻസറിലെത്താം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 21 5 32 4 43. എത്രയാണ് സംഖ്യ ശ്രേണി നോക്കുക? കുറഞ്ഞു പോകാൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിന് ഡിഫറൻസ് ജസ്റ്റ് നോക്കുക. 6 21 5 32, 11 2 പോയാൽ 9, 11 3 പോയാൽ 8.89 ആണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ? ആണോ? 8.9 കുറഞ്ഞു പോവാണ്. 4. ഞാൻ അടുത്ത രണ്ടും എടുത്ത് നോക്കുക. 5.32, 4.43, 9 2 12 4 പോലെ 8, 0.89. അപ്പോൾ നോക്കുക, ഇവിടെ 0.89 ആണ് കുറയുന്നത്, ഇവിടെ 0.89 ആണ് കുറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ടേമിൽ നിന്ന് 0.89 കുറച്ചാൽ ആൻസർ കിട്ടും. അപ്പം 4.43 മൈനസ് 0.89 ചെയ്താൽ 13 9 പോയാൽ 4, വീണ്ടും 13 8 പോയാൽ 3.54. 13 8 പോയാൽ 5, 3 ആയിട്ടുണ്ടാവും 3.54. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? 3.54. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം പറയണേ. കാരണം ഇത് മനസ്സിലാക്കി പോയാൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മാർക്കും കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. പാറ്റേൺ മനസ്സിലാക്കുക, ഏതാണ് കുറയ്ക്കുന്നത് നോക്കുക, ജസ്റ്റ് ചെയ്താൽ ആൻസറിലെത്തും. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 54 44 36 30. നോക്കാം 54 44 എത്ര ഡിഫറൻസ് ഉണ്ട്? 10 ആണ് കുറയ്ക്കുന്നത് അല്ലേ? ഹലോ, കിട്ടിയോ? 44 8, 36 30ക്ക് 6. അപ്പം ഇനി എത്ര? 10 8 6. ഓട്ടോമാറ്റിക്കായി നെക്സ്റ്റ് സംഖ്യ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. 13 4 കുറച്ചാൽ എത്ര കിട്ടിയോ? 26 കിട്ടിയോ എല്ലാവർക്കും? 26. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനിയുള്ളത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ്, ഗുണന ശ്രേണിയാണ്. ഇപ്പോൾ നോക്കാം, ആദ്യം പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാം, അടുത്ത ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ 2 2 4
12 48. അപ്പോൾ നോക്കാം, ഇത് ഒരു ആഡ് ചെയ്ത് പോവല്ല, നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ 0 2 8 12 48 പോയാൽ 36. അപ്പോൾ ഇത് ആഡ് ചെയ്ത് പോകുന്ന സീരീസ് അല്ല, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് അഡീഷൻ അല്ല, ഇത് വേറെ എന്തോ സംഭവമാണെന്ന് ഈ ഒരു പാറ്റേൺ കണ്ടാൽ മനസ്സിലാവും. 2 2 4 12 48. അപ്പോൾ ഞാൻ നോക്കാം, 2 into 1 ആണ് 2, 2 into 4 ആണ് 2 into 2 ആണ് 4, 4 into 3 ആണ് 12, 12 into 4 ആണ് 48. അപ്പോൾ നമുക്ക് പാറ്റേൺ കിട്ടുന്നു. കാരണം ആദ്യം 1 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഞാൻ അടുത്ത സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 5 കൊണ്ട്. അപ്പോൾ 48 into 5 എത്ര ചെയ്താൽ മതി? 48 into 5 ചെയ്താൽ 8 5 40 0 4 5 into 4 20 24 കിട്ടും. 24 കിട്ടിയോ? 240 എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലാക്കണോ? അപ്പോൾ അടുത്ത മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, 4 16 64 256. നമുക്ക് ചോദ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും ആഡ് ചെയ്ത് പോവില്ല, കാരണം എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഇത് ഇൻക്രീസ് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ചോദ്യം കണ്ടാൽ മനസ്സിലാവും 4 എന്തോ മൾട്ടിപ്പിൾ ആണ് 16 1024. ഓക്കെ, ഒരാൾ 1024 പറഞ്ഞിട്ടുണ്ട്. നോക്കാം, 4 into 4 ആണ് 16 അല്ലേ. അതുപോലെ 16 into 4 ആണ് 64, 64 into 4 ആണ് 256. അപ്പോൾ നോക്കാം, 4 മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ പോവാണ് ഈ സീരീസിൽ. അപ്പോൾ 256 into 4 ചെയ്ത് നോക്കാം. 256 into 4 ചെയ്താൽ എത്രയാണ്? 6 into 4 24, 2 24 5 20 2 22 2 വരും 4 2 8 8 പ്ലസ് 2 10 10 24 ആൻസർ വരും. എല്ലാവർക്കും കിട്ടിയോ? Yes, sir. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 6 18 54 ഒരു സ്പേസ് ഉണ്ട്. 486 1458. അപ്പോൾ ഓപ്ഷനിലുള്ളത് 152 182 162 108. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞോളി. 162. ബാക്കിയുള്ളവർ പറയും. ഒരാൾ 162. എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ നോക്കുക, പാറ്റേൺ നോക്കിയാൽ 2 into 3 ആണ് 6 അല്ലേ, into 3 6 into 3 ആണ് 18, 18 into 3 54, 486 into 3 ആണ് 1458. സ്വാഭാവികമായിട്ടും 54 into 3 ആണ് ഇവിടെ വരേണ്ടത്. എന്താണ് 54 into 3? 162 ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി വരുന്നത് സീരീസ് ഡിവിഷൻ സീരീസ് ആണ്, ഹരണ ശ്രേണിയാണ്. അപ്പം സംഖ്യകൾ ഫ്രീക്വൻ്റ് ആയിട്ട് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും, പക്ഷെ മൈനസും അല്ല, ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി അല്ലേ. ഇവിടെ ആദ്യം 500 കുറഞ്ഞത്, പിന്നെ 250 കുറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? 1000/2 ആണ് 100, നമുക്ക് അറിഞ്ഞൂടെ. 1000/2 ആണ് 500, 1000/2 ആണ് 500, 500/2 ആണ് 250. അപ്പോൾ ഇനി 250/2 ചെയ്താൽ പോരെ? 250/2 എത്രയാണ്? 125. 125 ആണ് ആൻസർ കിട്ടുക സിമ്പിളായിട്ട്. ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ സീരീസ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള പണി മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിന് ഏറ്റവും വേണ്ടത് പ്രാക്ടീസ് ആണ്. അപ്പോൾ 1000 500 250 പിന്നെ 125 വരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 720 360 ഇവിടെ സ്പേസ് ഉണ്ട്. 630 6 1. ഈ ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. 720 ഡിവൈഡഡ് ബൈ 2 ആണ് 360. പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. ഇനി ഇവിടെ നോക്കുക, 36 30/5 ആണ് 6, 6/6 ആണ് 1 അല്ലേ. അപ്പോൾ നോക്കുക, അവിടെ 2 ഉണ്ട്, 5 6. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഡിവൈഡ് ബൈ 3 ചെയ്യണം, ഇവിടെ ഡിവൈഡ് ബൈ 4 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 720/2 360 കിട്ടും. ഇനി 360/3 ചെയ്താൽ എത്ര കിട്ടുക?
360 3 വെച്ച് ചെയ്താൽ 120 കിട്ടും. 120/4 ചെയ്താൽ 30 കിട്ടും. 30/5 ചെയ്താൽ 6 കിട്ടും. 6/6 ചെയ്താൽ 1 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 320/3 120 കൃത്യമായിട്ട് ആൻസർ കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായോ? പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക്. ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താം. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ അടുത്ത ചോദ്യം പ്രൈം നമ്പർ സീരീസ് ആണ്. അപ്പൊ ആദ്യം എന്താണ് പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പം ഒരു സംഖ്യ എടുക്കുക. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് 11 എടുക്കാം. 11ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 11 ഉണ്ട്. 11ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഘടകങ്ങൾ 1ഉം 11 മാത്രമാണ്. 12ന്റെ ഫാക്ടേഴ്സ് എടുത്താലോ 1 2 3 4 ഉണ്ട്, 5 ഉണ്ട്, 5 ഇല്ല, 6 ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. 11നുള്ള 1ഉം 11 മാത്രമാണ്. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതേ സംഖ്യയും പിന്നെ 1 മാത്രം ഫാക്ടേഴ്സ് ആയി വരുന്ന സംഖ്യകളാണ് പ്രൈം നമ്പർ എന്ന് വരുന്നത്. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 1ഉം പിന്നെ അതേ സംഖ്യയും ഫാക്ടർ ആയി വരുന്ന നമ്പേഴ്സ് മാത്രമാണ് ഉണ്ടാവുക. ആ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നമ്പേഴ്സിനാണ് പ്രൈം നമ്പേഴ്സ് നമ്മൾ പറയാം. ഓക്കെ. അപ്പം 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പർ നോക്കാം. 1ന്റെ ഫാക്ടർ ഏതാണ്? 1 മാത്രമേ ഉള്ളൂ. പ്രൈം നമ്പറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടർ വേണം. 1ഉം മറ്റേത് അതേ സംഖ്യയും. ഇപ്പൊ 2 എടുത്ത് നോക്കണം. 2ന്റെ ഫാക്ടർ ഏതൊക്കെയാണ്? 1ഉം 2ഉം. അപ്പം 2 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 3 എടുത്ത് നോക്കിയാലോ? 3ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ്. അപ്പൊ 3ഉം ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളാണ്. ഇനി 4 ഫാക്ടേഴ്സ് എടുത്ത് നോക്കിയാലോ? 4ന്റെ ഘടകത്തിൽ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 4 ഉണ്ടാവും. അപ്പൊ 4ന് 3 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് 4 പ്രൈം നമ്പർ അല്ല. അതുപോലെ തന്നെ 5 എടുത്തേക്ക് 5 നമ്പർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 5ഉം ആണ്. അപ്പൊ 5ഉം പ്രൈം നമ്പർ ആണ്. അപ്പൊ ഈ ഒരു ടേബിളിൽ മഞ്ഞ കളറിൽ കാണുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നാകും. അപ്പോൾ 1 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട് എന്ന് ഒരു PSC ചോദ്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 ഈ സംഖ്യകളിലൊക്കെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എടുത്ത് നോക്കി എനിക്ക് മനസ്സിലാവും 1ഉം അതേ സംഖ്യ മാത്രമേ ആ ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 50 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് എണ്ണയൊക്കെ മനസ്സിലാവും. 10 എണ്ണാണുള്ളത്. 53 59 61 67 71 73 79 83 89 97. ആ ടോട്ടൽ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ആയി? 25 പ്രൈം നമ്പർ ആയി. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതാവും. ഇത് 100 വരെ ഉള്ള പ്രൈം നമ്പേഴ്സ് മനസ്സിലാക്കാൻ ഇപ്പൊ ഈവൺ നമ്പറിൽ ആകെ 2 മാത്രം പ്രൈം നമ്പർ വരുള്ളൂ. ഈവൺ നമ്പറിൽ കാരണം ബാക്കി ഏത് ഈവൺ നമ്പർ എടുത്താലും അതിൽ 2 ഒരു ഘടകമായിട്ട് 2 ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഈവൺ നമ്പറും ഫാക്ടേഴ്സ് ഒറ്റ പ്രൈം നമ്പർ ഉള്ളൂ, 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പറും 2 ആണ്. ഒന്നൊരു പ്രൈം നമ്പർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഓഡ് നമ്പേഴ്സ്. അതുപോലെ തന്നെ ഇനി 100 വരെ പ്രൈം നമ്പർ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് 85 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 85ൽ 5ന്റെ ഫാക്ടർ ആണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ? 5 ഇൻറ്റു ചെയ്താൽ അവസാനം 85 കിട്ടുക. അതുപോലെ തന്നെ 0 വരുന്ന ടേംസ് ഒന്നും എന്തെല്ലാം പ്രൈം നമ്പർ അല്ല. 10 20 30 ആ നമ്പർ ഒന്നും പ്രൈം നമ്പർ അല്ല. അതുപോലെ തന്നെ 5 വരുന്ന 5 മാത്രം പ്രൈം നമ്പർ ഉള്ളൂ. 15 25 കാരണം ഇതിലൊക്കെ 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതൊന്നും പ്രൈം നമ്പർ അല്ല. ഏറ്റവും ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ 3ന്റെയും 7ന്റെയും ഫാക്ടർ ആണോ നോക്കിയാൽ മതി. നമ്മൾ എടുത്തു നോക്കാം. 77 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം എന്താ? 77 7ന്റെ ഫാക്ടർ ആണ്. 86 ആണോ? അല്ല. 86 ഈവൺ നമ്പർ ആണ്, പ്രൈം നമ്പർ അല്ല. ഇനി നോക്കുക 93 എടുത്ത് നോക്കുക. പറ്റൂല. കാരണം 93 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 93ന്റെ ഫാക്ടർ ആണ് 3. 97 എടുത്ത് നോക്കുക. 97ൽ 3 പോവോ? ഇല്ല. 7 പോവോ? ഇല്ല. ഈവൺ നമ്പർ ആണോ? അല്ല. 5 ഉണ്ടോ ലാസ്റ്റ്? ഇല്ല. 0 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊന്നും പോവില്ല. അപ്പം 97 ഒരു പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള വഴി 0 അല്ലാത്തത് 5 അല്ലാത്ത നമ്പറൊക്കെയാണ് ഈവൺ നമ്പറും അല്ലാത്തതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ 3ന്റെയോ 7ന്റെയോ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്താൽ തന്നെ പ്രൈം നമ്പർ ആണോ മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 67 എടുക്കുക. 67ൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 67 ഒരു പ്രൈം നമ്പർ ആണ്. കാരണം ഈവൺ നമ്പർ അല്ല, 0 അല്ല, 5 ഇല്ല, ഒന്നുമില്ല. അപ്പം
3യും പോകുന്നില്ല 7ഉം പോകുന്നില്ല. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ ആണ്. ഇത്തരത്തിലുള്ള പ്രൈം നമ്പർ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം പ്രൈം നമ്പർ സീരീസും ഒക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ 2, 3, 5, 7 പിന്നെ 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നത് നന്നാവും. ഓക്കെ, നമുക്ക് ഈ പ്രൈം നമ്പറിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രൈം നമ്പർ സീരീസിലേക്ക് പോവാണ്. നോക്കുക, 2, 3, 5, 7, 11. ഈ ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് പ്രൈം നമ്പർ മാത്രമാണ് അല്ലേ. 2, 3, 5, 7, 11. കാരണം അതിൽ പ്രത്യേക പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 1 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു. അപ്പോൾ കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വേറെ എന്തോ ഒരു സീരീസ് ആണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അഭാജ്യ സംഖ്യകളുടെ സീരീസ് ആണ്, പ്രൈം നമ്പർ സീരീസ് ആണ് മനസ്സിലാക്കണം. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 5 ആണ്, 7 ആണ്, 11 ആണ്. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? അടുത്ത പ്രൈം നമ്പർ അവിടെ ഉണ്ടാവും 13. അപ്പൊ ആൻസർ എത്ര കിട്ടും? 13 കിട്ടും. ഈ പ്രൈം നമ്പർ എല്ലാവർക്കും മനസ്സിലായോ? പ്രൈം നമ്പർ കണ്ടെത്താൻ മനസ്സിലായോ? ഇപ്പൊ ഒരു സംഖ്യ തരാണ് 98 ഈവൺ ആണ്, പ്രൈം നമ്പർ ആണോ? അല്ല. 97 തരാണ്. അപ്പൊ എന്ത് ചെയ്യാം? 0 അല്ല, 5 ഇല്ല, ഈവൻ നമ്പറും അല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 3 പറ്റുമോ, ഡിവൈഡ് ബൈ 7 പറ്റുമോ നോക്കിയാൽ മതി. ഡിവൈഡ് ബൈ 3 പറ്റുമോ? ഇല്ല. ഡിവൈഡ് ബൈ 7 പറ്റുമോ? ഇല്ല. അപ്പോൾ റിമൈൻഡർ വരും. അപ്പൊ എന്താണ്? 97 ഒരു പ്രൈം നമ്പർ ആണ്. ഇത്രയാണ് 100 വരെയുള്ള പ്രൈം നമ്പർ കണ്ടെത്താനുള്ള ഒരു ഷോർട്ട് ട്രിക്ക് ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ 2, 3, 5, 7, 13 കഴിഞ്ഞാൽ 11 കഴിഞ്ഞാൽ 13 വരും. പിന്നെ അത് വലിയ 17, 19 ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്കാം. എല്ലാ ടോപ്പിക്കിലും ആവശ്യമുള്ള സാധനമാണ് പ്രൈം നമ്പർ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 100, 102, 105, 110, 117. പെട്ടെന്ന് നോക്കാം. 100, 102 ആയി അല്ലേ? 2 ആണ് ആഡ് ചെയ്തത്. 102, 105 ആയി, 3 ആണ് ആഡ് ചെയ്തത്. 105, 110 ആയി, 5 ആണ് ആഡ് ചെയ്തത്. 110, 117 ആയി, 7 ആണ് ആഡ് ചെയ്തത്. അപ്പൊ നോക്കുക, 2, 3, 5, 7. അപ്പൊ ഇനി എന്താ ആഡ് ചെയ്യേണ്ടത്? 11 ആണ് ആഡ് ചെയ്യേണ്ടത്. കാരണം അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രൈം നമ്പർ ആഡ് ചെയ്ത് പോവാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. 128. അപ്പൊ 117 പ്ലസ് 11 ചെയ്ത് എത്ര കിട്ടുന്നേ? 128 പറഞ്ഞു അല്ലെ. 128 ആണ് ആൻസർ ആയി വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. 2, 3, 5, 7 എന്നുള്ള നമ്പേഴ്സ് മുകളിലേക്ക് പോകുന്നത് കണ്ടാൽ അത് പ്രൈം നമ്പേഴ്സ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് എല്ലാവരും പെട്ടെന്ന് ഒന്ന് പഠിച്ചു വെക്കുക. അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് പഠിച്ചു വെക്കുക, നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 17, 19, 23, 29, 31. അപ്പോൾ ആദ്യം പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. 17, 9, 2 ആഡ് ചെയ്തു. 19, 23, 4 ആഡ് ചെയ്തു. 23, 29, 6 ആഡ് ചെയ്തു. 29, 31, 2 ആഡ് ചെയ്തു. അപ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കറക്റ്റ് പോകുന്നില്ല അല്ലേ. പിന്നെ ഇത് ചോദ്യം കണ്ടാൽ മനസ്സിലാവും. 17, 19, 23, 29, 31. ഇതൊക്കെ പ്രൈം നമ്പർ ആണെന്ന് കണ്ടാൽ മനസ്സിലാവണം. ഇതൊക്കെ പ്രൈം നമ്പർ അല്ല. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 32 പ്രൈം ആണോ? അല്ല. 33 പ്രൈം ആണോ? അല്ല. 34 ആണോ? അല്ല. 37 പ്രൈം ആണ് അല്ലെ. 37 ആണ് അടുത്ത പ്രൈം. 31 കഴിഞ്ഞാലുള്ള പ്രൈം ഏതാണ്? 37 ആണ്. എന്നാ അടുത്ത ടൈം ഏതൊന്ന് പറഞ്ഞോ. 37 കഴിഞ്ഞാൽ ഏത് വരിക? 39 വരുമോ? ഇല്ല. 41 വരുമോ? 41 പ്രൈം ആണോ? Yes. 41 പ്രൈം ആണ് അല്ലെ. പിന്നെ 43 പ്രൈം ആണ്. 45 ഇല്ല. 47 പ്രൈം ആണ്. ഇങ്ങനെയാണ് ഇത് പോവാ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പ്രൈം നമ്പേഴ്സിന്റെ ഇത് പഠിച്ചു വെക്കുക. അടുത്ത ടോപ്പിക്കിലേക്കാണ് പോവാണ്. സ്ക്വയർ സീരീസ് ആണ്. എല്ലാ മൾട്ടിപ്ലിക്കേഷനിലും എല്ലാ ടോപ്പിക്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് സ്ക്വയർ. മിനിമം ഒരു 25 വരെയുള്ള സ്ക്വയർ എങ്കിലും നിങ്ങൾ പഠിച്ചേക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 × 2 ആണ് 2 സ്ക്വയർ. എന്താണ്? 4 കിട്ടും. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 5 × 5 ആണ് 5 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? 25 കിട്ടും. അപ്പൊ അങ്ങനെ സ്ക്വയർ എന്ത് പഠിച്ചോ? 10 × 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 എന്ത് കിട്ടും? 100 കിട്ടും. ഇങ്ങനെ സ്ക്വയേഴ്സ് പഠിച്ചു വെക്കാം. അപ്പം 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81,
10 into 10 100. 11 into 11 121. 12 into 12 144. സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം കേട്ടോ, മലയാളത്തിൽ വർഗം എന്നാ പറയാം. 13ന്റെ വർഗം 169. 14ന്റെ വർഗം 196. 15 225. 16 256. 17 289. 18 324. 19 361. 20 400. 21 441. 22 484. 23 529. 24 576. 25 625. 26 676. 27 729. 28 784. 29 841. 30 900. ഓക്കെ, അപ്പൊ ഇത്രയും സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾ എന്തുണ്ട് ചെയ്യേണ്ടത്, ഇത് അറിയാത്തവരിത് ഒരു 25 വരെ മിനിമം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് 10 വരെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും, 10 വരെയുള്ള സ്ക്വയർസ് അറിയാനുണ്ടാവും, ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഇത് അറിയുന്നവരാരുണ്ട് സ്ക്വയർസ് നമ്പേഴ്സ്? 100 വരെയുള്ള സ്ക്വയർ കണ്ടു മനസ്സിൽ ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സിൽ ചെയ്യാം. അതിന് ആദ്യം എന്ത് ചെയ്യണം, മിനിമം 25 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും എന്ത് ചെയ്യണം, ഈ മൊത്തം സീരീസ്, ഈ മൊത്തം സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, പെട്ടെന്ന് പഠിച്ചു വെക്കാം. 11 121, 12 144 എന്ന് പറഞ്ഞിട്ട് 25 625 വരെ മിനിമം പഠിച്ചു വെക്കാം. പറ്റുന്ന 30 വരെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിന്റെ ചോദ്യത്തിലേക്ക് പോവാണ്. ഈ ചോദ്യം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്താണ് ഇത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നോക്കാം. 1 4 9 16 25 നെക്സ്റ്റ് ടൈം ആണ് ചോദിച്ചത്. അപ്പൊ ഇത് ചോദ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവണം. നോക്കുക, 1 എന്ന് പറഞ്ഞ 1 സ്ക്വയർ, 1 into 1 ആണ് 1. ഇനി 4 കണ്ടാലോ, 2ന്റെ സ്ക്വയർ ആണ്, 2ന്റെ വർഗ്ഗമാണ് 4. 9 കണ്ടാലോ 3ന്റെ സ്ക്വയർ ആണ്. 16 കണ്ടാലോ 4ന്റെ സ്ക്വയർ ആണ്. 25 കണ്ടാലോ 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അടുത്ത ഏത് സ്ക്വയറാ വരിക? 6 സ്ക്വയർ അല്ലേ വരിക? 6 സ്ക്വയർ 36 ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം, ഈ നമ്പേഴ്സ് കണ്ടാൽ മനസ്സിലാവണം ഇത് സ്ക്വയർ നമ്പേഴ്സിന്റെ സീരീസ് ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 144 169 196 225 അടുത്ത ടേം ഏതാണ് ചോദ്യം. ഓക്കെ, 144 12ന്റെ സ്ക്വയർ ആണ്, 13ന്റെ സ്ക്വയർ 14ന്റെ സ്ക്വയർ ആണ്, 225 15ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അടുത്തത് 16ന്റെ സ്ക്വയർ 256 എന്ന് വരും. ഓക്കെ, ഇനിയിപ്പോ സ്ക്വയർ കണ്ടിട്ട് സ്ക്വയർ ആണെന്ന് മനസ്സിലാവണില്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. 14 to 169 എത്ര വരും? 25 25 ആഡ് ചെയ്യുന്നത്? അല്ല, 25 ആഡ് ചെയ്യുന്നത്. 169 196 27 ആഡ് ചെയ്യുന്നത്. 196 225 എത്ര ആഡ് ചെയ്യുന്നത്? 29 ആഡ് ചെയ്യുന്നത്. അടുത്ത എത്ര ആഡ് ചെയ്യേണ്ടി വരും? 31 ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര കിട്ടും? 256 കിട്ടും. ഇങ്ങനെ സ്ക്വയർ നമ്പേഴ്സ് കണ്ടെത്താൻ പറ്റും. 25 27. ഇപ്പൊ നമ്മൾ ഇതെടുത്ത് നോക്കിയാൽ 1 4 9 16 25 ഇതിന്റെ ഡിഫറൻസ് അങ്ങനെയാണ് പോവാ. ഇതിന്റെ ഡിഫറൻസ് 3, ഇതിന്റെ ഡിഫറൻസ് 5, ഇതിന്റെ ഡിഫറൻസ് 7, ഇതിന്റെ ഡിഫറൻസ് 9. ഈ രീതിയിലും എന്ത് ചെയ്യാം, സ്ക്വയർ നമ്പേഴ്സ് സീരീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Two 3 7 16 32 ഇതിന്റെ ആൻസർ കിട്ടുന്നവർ പറയണേ. ക്വസ്റ്റ്യൻ മനസ്സിലായി. 2 3ന്റെ എത്ര ആഡ്? 1 ആഡ് ചെയ്യണം. 3 7 4 ആഡ് ചെയ്യണം. 7 16 എത്ര ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യണം. 16 32 16 ആഡ് ചെയ്യണം. നോക്കുക, ആഡ് ചെയ്യുന്നത് ഇതാണ്. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പൊ അടുത്ത എത്ര? 5 സ്ക്വയർ ആണ് ആഡ് ചെയ്യുന്നത്. 5 സ്ക്വയർ എത്ര? 25. 32 plus 25 എത്ര? 57. മനസ്സിലായോ? Yes. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കുക,
രണ്ട് രീതിയിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിഫറൻസ് നോക്കി നോക്കാം. 0, 3ന്റെ ഡിഫറൻസ് എത്ര? 3. 3, 8ന്റെ ഡിഫറൻസ് 5. 8, 15 ഡിഫറൻസ് 7. 15, 24 ഡിഫറൻസ് 9. 24, 35 ഡിഫറൻസ് 11. അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്രയ്ക്ക് വരാം? 13 ആണ് വരേണ്ടത്. 35 + 13 48 വരും. ഓക്കെ, ഇത് മനസ്സിലായോ? 3, 5, 7, 9, 11, 30. ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വേറെ മെത്തേഡ് എന്താണ്? 0, 3, 8, 15, 24, 35. നോക്കുക, നമ്മൾ സ്ക്വയർ നമ്പർ എത്രയാണ്? 1, 4, 9, 16, 25, 36. നമ്മൾ സ്ക്വയർ നമ്പറിൽ ഒന്ന് കുറച്ചതല്ലേ ഇവിടെ ഉള്ളത്? 1 1 കുറച്ചപ്പോൾ 0, 4 1 കുറച്ചപ്പോൾ 3, 9 1 കുറച്ചപ്പോൾ 8 ആയി, 16 1 15, 25 1 കുറച്ചപ്പോൾ 24, 36 1 കുറച്ചപ്പോൾ 35. അതുപോലെ തന്നെ 49 1 കുറച്ച് എത്ര കിട്ടും? 48 കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? Yes, sir. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4, 9, 25, 49. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. 2 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ. നമ്മൾ പഠിച്ച രണ്ട് ടോപ്പിംഗ് കൂടി മിക്സ് ചെയ്താണ്. പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് 121. അല്ലേ? പ്രൈം നമ്പർ 2, 3, 5, 7. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 11. 11ന്റെ സ്ക്വയർ 11. എത്രയാണ്? 121. 121. മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണേ, കാരണം ഓൺലൈനാണ്, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഓക്കെ, 61, 52, 63, 94, 46. അടുത്തതാണ് ചോദ്യം. ഈ ചോദ്യം ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കുക, 61 -9 ചെയ്തു, ഇതിൽ +11 ചെയ്തു, പിന്നെ +31 ചെയ്തു, -48 ചെയ്തു. ഒരു പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഈ മെത്തേഡല്ല ചെയ്യേണ്ടത്. ആർക്കെങ്കിലും കിട്ടിയോ? Alternate ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം 4ന്റെ സ്ക്വയർ എത്രയാണ്? 16, 25. 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64. ഇനി ഇവിടുത്തെ തന്ന നമ്പേഴ്സ് നോക്കുക. 16 തിരിച്ചിട്ടാണ് 61, 25 തിരിച്ചിട്ടാണ് 52, 36 തിരിച്ചിട്ടാണ് 63, 49 തിരിച്ചിട്ടാണ് 94, 64 തിരിച്ചിട്ടാണ് 46. അപ്പൊ അടുത്ത എത്ര തിരിച്ചിട്ടുണ്ട്? 9ന്റെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ എത്ര? 81. 81 തിരിച്ചിട്ട് വന്നാൽ 18. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കണ്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ ഇത് കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ചോദ്യം കണ്ട ഒരു പാറ്റേൺ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് ആണെന്ന് മനസ്സിലാക്കുക. 16 തിരിച്ചിട്ട് 61, 25 52 36 63 40 94 64 46 81 18 എന്ന് മനസ്സിലാക്കണം. ഓക്കെ, എ ആൻസർ കിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി സ്ക്വയർ കഴിഞ്ഞാൽ ക്യൂബാണ്. ഇപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എത്രയാണ്? 8 ആണ്. മിനിമം 10 വരെയുള്ള ക്യൂബുകൾ പഠിച്ചു വെക്കുക. എപ്പോഴും ചോദിക്കുന്നതാണ്. 1 ക്യൂബ് 1, 2 × 2 × 2 2 ക്യൂബ് 8, 3 × 3 × 3 27, 4 × 4 × 4 64, 5 × 5 × 5 125, 6 × 6 × 6 216, 7 × 7 × 7 343, 8 × 8 × 8 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000. ഇതുവരെയുള്ള മിനിമം 10 വരെയുള്ളത് പഠിച്ചു വെക്കുക. എന്നാലും ഒരുവിധം ആൻസേഴ്സ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് അറിയോ? 10 വരെയുള്ള ക്യൂബ് എല്ലാവർക്കും അറിയോ? അറിയാത്തവർ പെട്ടെന്ന് പഠിച്ചു വെക്കുക. നോട്ട് ബുക്ക് ഒക്കെ എഴുതിയിട്ട് പഠിച്ചു വെക്കുക. അപ്പം ക്യൂബിന്റെ സീരീസിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 8, 27, 64. അപ്പൊ അടുത്ത ടൈം ഏതാന്നുള്ള ചോദ്യം. അപ്പൊ ഈ ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് 1, 8,
27, 64. ഓരോ ക്യൂബ് നമ്പേഴ്സ് ആണല്ലോ അത്. 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64. അപ്പോൾ അടുത്തതാണ് 5ന്റെ ക്യൂബാണ്. 5ന്റെ ക്യൂബ് എത്ര? 5 × 5 × 5 എത്ര? 125 ആണ് ആൻസർ. 125. ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ആൻസർ ഇല്ല. ഓപ്ഷനിൽ ഇല്ലാത്ത ഒരു ആൻസർ ആഡ് ചെയ്യുക. 125 ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? Yes, sir. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 125, 64, 27, 8. ഈ ചോദ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവണം 125 എന്താണ്? 5ന്റെ ക്യൂബാണ്. 64 എത്രയാണ്? 4ന്റെ ക്യൂബാണ്. 27 2 ക്യൂബ് 3 ക്യൂബാണ്. 8 2 ക്യൂബാണ്. അപ്പോൾ അടുത്ത 1 ക്യൂബാണ് വരിക. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 1 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം 10 വരെയുള്ള ഈ സ്ക്വയർ ക്യൂബുകൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ തന്നെ കുറേ ചോദ്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 0, 6, 24, 60, 125. ഈ പാറ്റേൺ നോക്കുക. 0, 6, 24, 60, 120. ഇത് നമുക്ക് ഡിഫറൻസ് എടുത്തോക്കാം. 6, 18, 30, 20, 36, 60. ഒരു പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പാറ്റേൺ അഡീഷൻ അല്ല. അപ്പോൾ നോക്കാം. 0, 6, 24, 60, 120 ആണ്. നോക്കുക, ക്യൂബ് അറിയാം 1. കാരണം ഈ സംഖ്യകളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് ക്യൂബിന്റെ അടുത്താണ് അല്ലേ. 1ന്റെ അടുത്താണ് 0, 8ന്റെ അടുത്താണ് 6, 27ന്റെ അടുത്താണ് 24, 64ന്റെ അടുത്താണ് 60, 125ന്റെ അടുത്താണ് 120 അല്ലേ. അപ്പോൾ 1 ക്യൂബ് മൈനസ് 1 ചെയ്താൽ 0 കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്, ശരിയാണ്. 2 ക്യൂബ് മൈനസ് 2 ചെയ്താൽ, അത് 8 മൈനസ് 2 ചെയ്താൽ 6 കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്. ഈ 3 ക്യൂബ് എത്രയാണ്? -3. 27 - 3 ചെയ്യുമ്പോൾ 24 കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്. 4 ക്യൂബ് എത്രയാണ്? 64. 64 - 4 ചെയ്യുമ്പോൾ 60 കിട്ടുന്നുണ്ട്. അടുത്തത് 125. 5 ക്യൂബ് -5 ചെയ്യുമ്പോൾ 120 കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 6 ക്യൂബ് -6, 216 -6 ആണ്. 210 ആൻസർ കിട്ടുന്നുണ്ടോ? ഓപ്ഷനിലുണ്ടല്ലോ സി, അതാണ് ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? Yes. ഓക്കെ, 1 ക്യൂബ് ഓപ്ഷൻ ഇത് സീരീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ക്യൂബിന്റെ അടുത്തുള്ള സംഖ്യകളാണ്. 1, 6, 8ന്റെ അടുത്താണ് 6, 27ന്റെ അടുത്താണ് 24, 64ന്റെ അടുത്താണ് 60, 125ന്റെ അടുത്താണ് 120 എന്നുള്ള മനസ്സിലാക്കാൻ പറ്റിയാൽ പെട്ടെന്ന് ആൻസറിലെത്താൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 2, 9, 28, 65, 126. നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ്. ക്യൂബിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ആൻസർ ഓപ്ഷനിൽ അടുത്ത സീരീസിൽ ഏതാ വരുന്നതെന്ന് പെട്ടെന്ന് പറയാം. 2, 9, 28, 65, 126. നമ്മളെ ക്യൂബ് എത്രയാണ്? 1, 8, 27, 64, 125 അല്ലേ. 1 ക്യൂബ് പ്ലസ് 1 2 കിട്ടി. 2 ക്യൂബ് പ്ലസ് 1 8 9 കിട്ടി അല്ലേ. 1 ക്യൂബ് പ്ലസ് 1 1 ക്യൂബ് എത്ര? 1 1 പ്ലസ് 1 2 2 ക്യൂബ് എത്ര? 8 8 പ്ലസ് 1 8 പ്ലസ് 1 9 കിട്ടി. 3 ക്യൂബ് എത്ര? 27 27 പ്ലസ് 1 28. 4 ക്യൂബ് എത്ര? 64 64 പ്ലസ് 1 65. 5 ക്യൂബ് 125 പ്ലസ് 1 126. അപ്പോൾ 6 ക്യൂബ് എത്ര? 216 പ്ലസ് 1 ചെയ്താൽ എത്ര കിട്ടും? 217. സി ഓപ്ഷൻ ആൻസർ ആയിട്ട് കിട്ടും. മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു ആൾട്ടർനേറ്റ് സീരീസ് ആണ്. ഒന്നിടവട്ട സീരീസ് ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഒരു സംഖ്യകൾ ഇത് ഒന്നിടവട്ട സംഖ്യ കൂടി പോകുന്നുണ്ട്, മറ്റു സംഖ്യകൾ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ടൈം ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്പർ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്താണെന്ന്. ഇത് നോക്കുക. 2 സ്ക്വയർ 4 ആണ്. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ക്വയർ ആണ്, 4ന്റെ സ്ക്വയർ ആണ്. 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ആണ്. 64 എന്ന് പറഞ്ഞാൽ
8ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങനെ ഒരു സീരീസ് പോകുന്നുണ്ട്. ഇനി വേറൊരു സീരീസ് ഇവിടെ 196 ഉണ്ട് അല്ലെ. 196 എത്രയാണ്? 14ന്റെ സ്ക്വയർ ആണ്. 144 12ന്റെ സ്ക്വയർ ആണ്. 100 എത്രയാണ്? 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അടുത്ത ഇവിടെ എത്ര വരിക? 8ന്റെ സ്ക്വയർ അല്ലേ വരിക. 8ന്റെ സ്ക്വയർ എത്ര? 64 ആൻസർ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സ്ക്വയർ പഠിച്ചു വെച്ചാലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് 25 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചു വെക്കുക. 625 വരെ, പറ്റുന്നവർ 30 വരെയുള്ള സ്ക്വയർ, 900 വരെ പഠിച്ചു വെച്ചാലേ, കാരണം ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണത് 14ന്റെ സ്ക്വയർ ആണെന്ന്, ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് 12ന്റെ സ്ക്വയർ ആണ്, ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് 10ന്റെ സ്ക്വയർ ആണ്. എന്നാലേ ഈ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ഇതെല്ലാവർക്കും മനസ്സിലായോ? ഓപ്ഷൻ ആൻസറിലേക്ക് എത്തിയത്? Yes, sir. ഓക്കെ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം. നമ്മൾ അടുത്ത കുറച്ച് ചോദ്യത്തിലേക്ക് പോവാണ്. പെട്ടെന്ന് നോക്കാം. ഇതും ഒരു ആൾട്ടർനേറ്റ് സീരീസ് ആണ്. നോക്കാം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ക്യൂബും സ്ക്വയറും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത പോലെ ഉണ്ട് അല്ലേ. ഇപ്പൊ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്, മനസ്സിലായി. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബാണ്. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ. ഇതെങ്ങനെ ഒരു സീരീസ്. വേറെ സീരീസോ 2 ക്യൂബ്, 4 ക്യൂബ്. ഇവിടെ എത്ര ക്യൂബ് വരിക? 6 ക്യൂബാണ് വരിക. 6 ക്യൂബ് എത്ര? 2, 1, 6 ആൻസർ ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ സ്ക്വയറിൻ്റെയും ക്യൂബിൻ്റെയും സീരീസ് മിക്സ് ആയിട്ട് ചോദിച്ചാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മനസ്സിലായല്ലോ? മനസ്സിലായോ? Yes, sir. Yes, sir. ഓക്കെ. അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്യാം. ആൾട്ടർനേറ്റ് സീരീസ് ആണ് അല്ലേ. 11, 7, 8, 10, 5, 13 അല്ലേ. കുറഞ്ഞും കൂടിയും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആൾട്ടർനേറ്റ് സീരീസ് ആണ്. 11 18ലേക്ക് എത്ര? 3 മൈനസ് ചെയ്തു. 8 5ക്ക് എത്ര? 3 മൈനസ് ചെയ്തു. അപ്പൊ 5 എത്ര കുറയ്ക്കണം? 3 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 2 ആൻസർ കിട്ടും. ഇപ്പം ഈ സീരീസ് ആണെങ്കിലോ 7 3 കൂട്ടിയാൽ 10 കിട്ടും. 10 3 കൂട്ടിയാൽ 13 കിട്ടും. അടുത്ത ടൈം ഏതാ കിട്ടുക? 13 3 കൂട്ടിയാൽ 16 പാട് കിട്ടും. അപ്പൊ ആൻസർ എത്ര? 2 ആണ്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ അടുത്ത ടേം ഇതാണ് ഒരു സീരീസ് മൈനസ് ചെയ്ത് പോകുന്നു, മറ്റേ സീരീസ് പ്ലസ് ചെയ്ത് പോകുന്നു എന്നുള്ള ആൾട്ടർനേറ്റ് സീരീസിൽ വരുന്ന ഭാഗമാണ്. ഇനി നോക്കുക, ഇത് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് 1 2 5 3 5 8 13. ഈ ചോദ്യം കാണാം നമുക്ക്. 1 + 2 ആണ് 3 കിട്ടുന്നത് അല്ലേ. 1 + 2 ആണ് 3 കിട്ടുന്നത്. ഇനി നോക്കുക, 2 + 3 ആണ് 5 കിട്ടുന്നത്. 3 + 5 ആണ് 8 കിട്ടുന്നത്. 5 + 8 ആണ് 13 കിട്ടുന്നത്. അപ്പോൾ അടുത്ത ടൈം ഏതാണ്? 8 + 13 എത്ര കിട്ടുക? 21 ആണ് കിട്ടുക. 21. അപ്പോൾ അടുത്ത ടൈമോ 13 + 21 ആണ് കിട്ടുക. എത്ര കിട്ടുക? 34. അതിൻ്റെ അടുത്ത ടൈമോ 21 + 34 എത്ര കിട്ടുക? 55. ഈ സീരീസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള സീരീസ് കണ്ടാൽ മനസ്സിലാക്കുക. 1 + 2 3 കിട്ടി, 2 + 3 5 കിട്ടി, 5 + 3 8 കിട്ടി, 5 + 8 13 കിട്ടി, 8 + 13 21 കിട്ടി. മനസ്സിലായോ? Yes, sir. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതേ രീതിയിലുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാം. 4 9 കൂട്ടിയാൽ 13 കിട്ടി അല്ലേ. 9 13 കിട്ടിയാൽ 22 കിട്ടും. 13 22 കിട്ടിയാൽ എത്ര കിട്ടും? 35 കിട്ടും. 35 22 കൂട്ടിയാൽ എത്ര കിട്ടുക? ഞാൻ പറഞ്ഞോളി. 57 കിട്ടിയ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 57 ആണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഒരു സീരീസ് തന്നിട്ടുണ്ടാവും. ഓഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണേ. ഈ സീരീസിൽ ഏതോ ഒരു സംഖ്യ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് 4 9 16 20 36 49. ഈ സീരീസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തോ നമ്മൾ നേരത്തെ കണ്ട് ശീലിച്ചിട്ടുണ്ട് ഇതല്ലേ. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്. 25 നമുക്ക് അറിയില്ല. 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്.
49 പറഞ്ഞ ഈ സ്ക്വയർ ആണ്. ഇവിടെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് അല്ലെ. ഇവിടെ 5ന്റെ സ്ക്വയർ ആണ് വരേണ്ടിയിരുന്നത്, ഇവിടെ 25 വരേണ്ടത്. പക്ഷെ ഇവിടെ എത്ര കൊടുത്തത് 20. അപ്പൊ തെറ്റായ പദം ഏതാണ്? 20 ആണ്. മനസ്സിലായോ? 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ, 9 3ന്റെ സ്ക്വയർ, 4 16ന്റെ സ്ക്വയർ ആണ്, 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്, 25 വരേണ്ടത്, 20 വന്നിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പദം ഏതാണ്? 20. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 7 28 63 124 215 342. നോക്കുന്ന ഈ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തൊരു മോഡൽ ചോദ്യം അല്ലേ. നമ്മൾ ക്യൂബിന്റെ 8ന്റെ അടുത്ത്, 27ന്റെ അടുത്ത്, 64ന്റെ അടുത്ത്, 125ന്റെ അടുത്ത്, 216ന്റെ അടുത്ത്, 345 ക്യൂബിന്റെ സീരീസ് ആണ് അല്ലെ. ക്യൂബ് സീരീസിന്റെ അടുത്താണ് 8 27 64 125 216 343. 8ന്റെ ക്യൂബ് 343 ആണ്. മനസ്സിലാക്കുക. നോക്കുക, 8 - 1 ആണ് 7, 27 + 1 ആണ് 28, 64 - 1 ആണ് 64 63, 125 - 1 ആണ് 124, 216 - 1 ആണ് 215, 343 - 1 ആണ് 342. നോക്കുക, എല്ലാത്തിലും -1 ആണ്, ഇതിൽ മാത്രം +1 ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഏതാണ് തെറ്റ്? ഇതില് 28 എന്നുള്ള തെറ്റ്. എന്താണ് വരേണ്ടത്? 27 - 1 26 ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇവിടെ എത്രയാണ് കൊടുത്തത്? 28 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 28 ആണ് തെറ്റായിട്ടുള്ള പദം. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം കൂടി ചെയ്യാം. പെട്ടെന്ന് ചെയ്യാം. 2 7 24 77. ഈ ചോദ്യം, അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്തു വെക്കുക. ഈ ചോദ്യം പെട്ടെന്ന് ചെയ്തു വെക്കുക കേട്ടോ. അടുത്ത സീരീസിൽ ആൽഫബറ്റിക് സീരീസ് സാർ നമുക്കൊരു 5 മിനിറ്റ് കൂടെ എടുത്തൂടെ? ആൽഫബറ്റിക് സീരീസ് ആണ് ഈ ഇതിൽ ചോദ്യങ്ങൾ വരിക. അപ്പം ABC അങ്ങനെ ടേംസ് ഇങ്ങനെ തരാം. ഇതിപ്പോ നമ്പേഴ്സിലാണ് നമ്മൾ കളിച്ചത്, ഇനി ആൽഫബറ്റിക്സിലാണ് കളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിന്റെ നമ്പേഴ്സ് പോലെ എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്, ഈ സെഡിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 26 ആണ്. ഇത്രയും പൊസിഷൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തുള്ള ആൻസർ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത് സീരീസിൽ മാത്രമല്ല, കോഡിങ് ഡീകോഡിങ്ങിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. സാധാരണ നമ്മൾ എന്താ ചെയ്യല്, ഇത് പരീക്ഷ എഴുതുമ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് ഇത് നോക്കിയിട്ട് എണ്ണി പോവാണ് ചെയ്യുക. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുക. ഇത് കാണാതെ അറിഞ്ഞിരുന്നത്, ഇത് കാണാതെ പഠിക്കാനുള്ള കുറെ മെത്തേഡുകളുണ്ട്. ഇപ്പം പെട്ടെന്ന് എന്ത് ചെയ്യുക, EJOTY എന്ന് അറിഞ്ഞിരിക്കുക. ഇ എന്ന് പറഞ്ഞാൽ ഇയുടെ പൊസിഷൻ എത്രയാണ്? 5 ആണ്, J 10 ആണ്, O 15 ആണ്, T 20 ആണ്, Y 25 ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും പഠിച്ചു വെക്കാൻ പറ്റും. പറയാം, A 1 ആണ്, B 2 ആണ്, C 3 ആണ്, D 4 ആണ്, F 6. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇപ്പൊ M നോക്കാം, എമ്മിലെ ഒരു 3 പോലെ ഉണ്ട് അല്ലെ, അപ്പൊ M 13. അതുപോലെ തന്നെ W നോക്കാം, W 3 പോലെ, അത് 23. ഇനി നോക്കാം G നോക്കാം, ഒരു 7 പോലെ ഉണ്ടല്ലോ ഇവിടെ G. അതുപോലെ തന്നെയാണ് Q, ഇവിടെ ഒരു വട്ടം വരച്ചിട്ട് ഒരു വര, അപ്പൊ ഇത് 17. 6 നോക്കാം അല്ലെ, ഒരു 8 പോലെ അല്ലേ, അപ്പൊ 18. അതുപോലെ തന്നെ H ഉണ്ട്, H-ഉം 8 പോലെ, അപ്പൊ 8 ആണ്. 11 നോക്കാം, കേക്ക് ഇവിടെ 2 വരാണ് വിചാരിക്കുക, എന്നിട്ട് ഇവിടെ ഒരു കുത്തു എടുത്താന്നുണ്ടാവും, അങ്ങനെ ഒരു ആവും, അപ്പൊ K എത്രയായി? 11. ഇത്തരത്തിലുള്ള ഓരോ കോഡുകളൊക്കെ വെച്ചിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പെട്ടെന്നൊന്ന് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സിന്, നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകളെ പേരൊക്കെ എഴുതി വെക്കുക. ഓരോ പേര് എഴുതിയിട്ട് ഇപ്പോൾ മെന്റൽ എബിലിറ്റി എഴുതാണെങ്കിൽ മെന്റൽ
എമ്മിന്റെ ടൈം എത്ര എം അല്ലേ 3 പോലെ ഉണ്ട്, അപ്പൊ ഇത് 13 ഈ നമുക്ക് അറിയാം എത്രയാണ് 5 എൻ എത്രയാണ് 14. എമ്മിന്റെ തൊട്ടിപ്പുറത്താണ് എം 13 എൻ എത്ര 14. ടി നമ്മൾ പഠിച്ചു 20. എ എത്രയാണ് 1. എൽ എത്രയാണ് 12. ഇത്തരത്തിൽ എ മുതൽ സെറ്റ് വരെ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് തിരിച്ചും എ മുതൽ സെഡ് വരെയുള്ള സെഡ് മുതൽ എ വരെ പഠിച്ചു വെച്ചാൽ ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എ 1, എന്റെ ബാക്കിൽ നിന്നുള്ളത് 26 അല്ലേ, ഡി 23 4 മുന്നിൽ നിന്ന്, ബാക്കിൽ നിന്നുള്ളത് 23. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ കൂട്ടിയ 27 കിട്ടുക അല്ലെ, ഈ രണ്ട് സംഖ്യ കൂട്ടിയ 27 കിട്ടുക. അപ്പൊ സെഡ് 26 ശരിക്കും. അപ്പൊ ബാക്കിൽ നിന്ന് എത്രയാണ് 27, എത്ര ആഡ് ചെയ്യണം 1. അപ്പൊ സെഡ് മുന്നിൽ ബാക്കിൽ നിന്ന് 1. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ടി എടുക്കുക, ടി മുന്നിൽ നിന്ന് 20. അപ്പൊ ബാക്കിൽ നിന്ന് എത്രയ്ക്ക് വരാം 27 കിട്ടണം, ബാക്കിൽ നിന്ന് എത്രയാണ് 7. ഇനി ജെ എടുക്കുക, ജെ മുന്നിൽ നിന്ന് എത്ര 10, ബാക്കിൽ നിന്ന് എത്ര ചോദിച്ചാൽ 27 കിട്ടണം. അപ്പൊ എത്ര ആഡ് ചെയ്യണം 17 ആഡ് ചെയ്യണം. ഇത്തരത്തില് ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഈ 1 മുതൽ സെറ്റ് വരെയുള്ള നേരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നിലേക്കുള്ളതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു. 2-3 ചോദ്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അതിൻ്റെ ചെയ്യാം. ഓക്കെ, അപ്പൊ എ ബി ഡി ജി. എ നോക്കാം, എ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള എ ബി അല്ലെ, ഒരു അക്ഷരം ആഡ് ചെയ്തപ്പോൾ ബി കിട്ടി. ബി കഴിഞ്ഞ് സി ഡി അല്ലെ, 2 അക്ഷരം ആഡ് ചെയ്തപ്പോഴാണ് ഡി കിട്ടിയത്. ഇനി ഡി കഴിഞ്ഞാലോ ഇ എഫ് ജി, 3 അക്ഷരം ആഡ് ചെയ്തപ്പോഴാണ് ജി കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം 4 അക്കം ആഡ് ചെയ്യണം. ജി കഴിഞ്ഞാൽ ഇ എഫ് എച്ച് ഐ ജെ കെ ആണ് ആഡ് ചെയ്യുക, കെ ആണ് ഇവിടെ വരുന്നത് 4 ആഡ് ചെയ്താൽ. ഇനി നോക്കുക എ ബി ഡി ജി, നിങ്ങൾക്ക് നമ്പർ അറിയാൻ വെച്ചോ. എന്റെ നമ്പർ എത്ര 1, ബിന്റെ എത്ര 2, ഡി എത്ര 4, ജി എത്ര 7 എന്ന് അറിഞ്ഞിരുന്നാൽ നോക്കുക 1 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്ത് എത്ര കിട്ടും 11 കിട്ടും. 11ന്റെ എത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം, കെ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു സാധനം പഠിച്ചു വെക്കുക. എ മുതൽ സെറ്റ് വരെ 26 വരെ പഠിച്ചു വെക്കുക. ഒരു പണിയില്ല, നിങ്ങൾ 15 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ഇത് പഠിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് സീരിയസിന് മാത്രമല്ല, കോഡിങ് ഡീകോഡിങ് ചാപ്റ്റർ എടുക്കുമ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. പരീക്ഷയ്ക്ക് അറിയാം 1.25 മണിക്കൂർ ഉണ്ടാവുള്ളൂ, സമയം വളരെ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം, സമയം പോകില്ല. ഇത് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സെഡ് എ വൈ ബി എക്സ് സി നോക്കുക. സെഡ് വൈ ആയി, വൈ എക്സ് ആയി, എക്സ് എന്താവും ഡബ്ല്യു ആവും, ബാക്കിൽ നിന്നാണ് അല്ലെ. 25 26 25 25 24 24 23 അപ്പൊ ഡബ്ല്യു. നോക്കുക എ ബി സി, അപ്പൊ അടുത്ത് എന്ത് വരും ഡി, ഡബ്ല്യു ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബി ഇ ഐ എൽ പി അല്ലെ, ബിയുടെ വാല്യൂ നമുക്ക് എത്ര അറിയാം, ബി 2-മത്താണ്, ഇ എത്രയാണ് 5, ഐ എത്രയാണ് ജെ 10. അപ്പൊ ജെന്റെ തൊട്ട് മുന്നേ ഉള്ള ഐ എത്രയാണ് 9, കെ 11, എൽ എത്രയാണ് അപ്പൊ 12, പി എത്രയാണ് ഓ 15, അപ്പൊ പി എത്രയാണ് 16. ഇനി നോക്ക, ഇതില് ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നം ഇല്ല. നോക്കാം, ഇതില് ആദ്യം 3 ആഡ് ചെയ്തത് അല്ലെ, 2 5, പിന്നെ 5 9 എത്ര ആഡ് ചെയ്തു 4 ആഡ് ചെയ്തു, 9 12 3 ആഡ് ചെയ്തു, 12 16 4 ആഡ് ചെയ്തു. അപ്പൊ 3 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, പിന്നെ എത്ര ആഡ് ചെയ്തു 4. ഇനി അടുത്ത എത്ര ആഡ് ചെയ്യണം 3 ആഡ് ചെയ്യണം. 16 3 19 19 എത്രയാണ് ടി 20 ആണ്. നമുക്കറിയാം ടി തൊട്ട് മുന്നേ എസ് ആണ്, എസ് ആണ് ആൻസർ വരിക. ഓക്കെ, മനസ്സിലായോ? ഞാൻ അടുത്ത ചോദ്യം നോക്കാം. ടി എസ് ക്യു എൻ ജെ, ഇത് ബാക്കിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ടിയുടെ വാല്യൂ നമുക്ക് പറയും അല്ലെ, ടിയുടെ വാല്യൂ എത്രയാണ് 20, എസിന്റെ വാല്യൂ എത്രയാണ് തൊട്ട് മുന്നേ 19, ക്യു നമ്മൾ നേരത്തെ പറഞ്ഞു ജി 7, ക്യു എത്രയാണ് 17, എൻ എത്രയാണ് എം 13 പറഞ്ഞു, അപ്പൊ എൻ എത്രയാണ് 14, ജെ നമ്മൾ നേരത്തെ പറഞ്ഞു 10 അല്ലെ, ഈ ജോട്ടി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ജെ 10, അപ്പൊ 20 19 17 14 10. ഞാൻ നോക്കാം, ഡിഫറൻസ് നോക്കാം. 1 19 17 2, 17 14 3, 14 10 4. അപ്പൊ നോക്കാം, ആദ്യം 1 കുറഞ്ഞു, പിന്നെ 2 കുറഞ്ഞു, പിന്നെ 3 കുറഞ്ഞു, പിന്നെ 4 കുറഞ്ഞു. ഇനി എത്ര കുറയണം 5 കുറയണം. 10 5 കുറഞ്ഞ എത്ര 5. 5ന്റെ ലെറ്റർ എത്ര ഇ അല്ലേ, 5ന്റെ ലെറ്റർ ഇ ആയതുകൊണ്ട് ഏതാണ് ആൻസർ, എ ഓപ്ഷൻ ഇ വരുന്നു. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, പിന്നെ
ഒരു ചോദ്യം കൂടി ഉണ്ട്, ലാസ്റ്റ് ചോദ്യമാണ്. ഇത് കൂടി കഴിഞ്ഞാൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. YVSP, വൈന്റെ വാല്യൂ എത്രയാണ്? 25 അല്ലെ? ഈ ജോട്ടിയിൽ നമ്മൾ പഠിച്ചു EJTY, Y 25 നമുക്കറിയാം അല്ലെ. വി എത്രയാണ്? W23 ആണ്. ഡബ്ല്യൂന്റെ തൊട്ട് മുന്നേ ആണ് വി. വി എത്രയാണ്? 22 ആണ്. പഠിച്ചു വെക്കട്ടെ, 22. എസ് നമ്മൾ നേരത്തെ പറഞ്ഞു 19 ആണ്. പി എത്രയാണ്? O 15 ആണ്. പി എത്രയാണ്? 16 ആണ്. അപ്പൊ നോക്കുക, 25 22 -3, 22 19 -3, 19 16 -3. 16 എന്ത് ചെയ്യണം? -3 ചെയ്യണം. 13 കിട്ടും. 13ന്റെ സംഖ്യ എത്രയാണ്? M അല്ലെ? 3 പോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ. 13 എത്രയാണ്? M ആണ്. അപ്പൊ M ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? യെസ്. അപ്പം ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സീരീസ് എന്നുള്ള ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മളെ പണി. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് പ്രൈം നമ്പേഴ്സ് പഠിച്ചു വെക്കുക, സ്ക്വയേഴ്സ് പഠിച്ചു വെക്കുക, 25 30 വരെയുള്ള സ്ക്വയർ പഠിച്ചു വെക്കുക, ക്യൂബ് പഠിച്ചു വെക്കുക. മിനിമം 10 വരെ 15 വരെ പഠിച്ചാൽ അത്രയും സന്തോഷം. അതുപോലെ തന്നെ ആൽഫബറ്റിന്റെ എന്ത് വരിക? നമ്പേഴ്സ് പഠിച്ചു വെക്കുക. 1 മുതൽ A മുതൽ Z വരെ മുകളിലേക്കും Z മുതൽ A വരെ താഴോട്ടും പഠിച്ചു വെക്കുക. ഇത് പഠിച്ചാൽ ഈ സീരീസ് എന്നുള്ള ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 10 മാർക്കും മെന്റാലിറ്റിയുടെ ഒരു മാർക്ക് ഷുവർ ആയിട്ട് കിട്ടാൻ പറ്റും. അപ്പൊ ആഷിഖ് സാർ, നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ സാർ, 5:40 ആ